കിളിമരത്തിലെ കണിമലരേവാ. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച താരജോഡികളാണ് ലാലും ശോഭനയും. നമ്മുടെ മോഹൻലാലും ശോഭനയും നിരവധി ചിത്രങ്ങളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചു, നായകനും നായികയുമായി. മിക്കവാറും എല്ലാ ചിത്രങ്ങളും ഹിറ്റായിരുന്നു, ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ വാരിക്കൂട്ടി. ഇപ്പോൾ ഇതാ അവർ രണ്ടുപേരും ഒരുമിക്കുന്നു ഒരു സിനിമയ്ക്ക് വേണ്ടി. തുടരും. നേരത്തെ തന്നെ അത് അനൗൺസ് ചെയ്തതാണ്. അതെ അതെ. എന്താണ് വിശദാംശങ്ങൾ? ഇപ്പം എന്താണ് ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശോഭനയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ മോഹൻലാലിനൊപ്പമുള്ള വളരെ സന്തോഷകരമായിട്ടിരിക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചിരിക്കുകയാണ്. അത് ഇതിനോടകം തന്നെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ വൈറലായി തീരുകയാണ്. അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളൊക്കെ ഇവർ ചെയ്ത മുൻ ചിത്രങ്ങളിലെ ഇവരഭിനയിച്ച ചില ഡയലോഗുകൾ, ഇവർ പറഞ്ഞ ഫേമസ് ആയ ചില ഡയലോഗുകൾ, വൈശാഖ സന്ധ്യയെ തുടങ്ങിയ ഗാനരംഗത്തിലെ ചില വരികൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജനങ്ങൾ, മോഹൻലാൽ ഫാൻസ്, അതുപോലെ തന്നെ ശോഭനയെ ഇഷ്ടപ്പെടുന്ന, അതിലുപരി ഇവർ രണ്ടുപേരെയും ഇഷ്ടപ്പെടുന്ന ആളുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പ്രേക്ഷകർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ശോഭന മോഹൻലാലിനൊപ്പം ഒരു സിനിമ തുടരൻ ജനുവരിയിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നത്. അതായത് 2004 ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലം എന്ന് പറയുന്ന ഒരു ചിത്രത്തിലൂടെയാണ് അവസാനമായിട്ട് ജോഡികളായിട്ട് ഇവർ വന്നത്. പിന്നീട് സാഗർ ഇലിയാസ്, അമൽ നീരദിൻ്റെ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ജോഡികളായിരുന്നില്ല. അപ്പം വലിയ പ്രതീക്ഷയാണ് മോഹൻലാലിനൊപ്പം ശോഭന വരുന്നു എന്നതിൽ പ്രേക്ഷകർക്കുള്ളത്, മോഹൻലാൽ ഫാൻസിനുള്ളത്. കാരണം നമുക്കറിയാം, ഞാനൊക്കെ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഇവർ രണ്ടുപേരുടെയും സിനിമകൾ കാണുമ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത്, ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നത് മോഹൻലാലിൻ്റെ ഭാര്യയാണോ ശോഭന എന്നാണ്. കാരണം അത്രയധികം സ്ക്രീനിൽ ഇവർ കൊണ്ടുവരുന്ന ഒരു പ്രസൻസിൽ ഏതൊരാൾക്കും അങ്ങനെ തോന്നിപ്പോകും. തീർച്ചയായിട്ടും അവരത്ര ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന ആ അഭിനയം, അവർ കാഴ്ചവെക്കുന്ന അഭിനയം ഉണ്ടല്ലോ, വളരെ സ്വാഭാവികമായ അങ്ങേയറ്റം തന്മയത്വത്തോടു കൂടിയ, എന്താ പറയണ്ടേ, ഈ ജീവിക്കുകയാണ് അവർ കഥാപാത്രങ്ങളായിട്ട്, അല്ലാതെ അവർ അഭിനയിക്കുകയായിരുന്നില്ല, അവർ ജീവിച്ച് കാണിക്കുകയായിരുന്നു പ്രേക്ഷകരുടെ മുന്നിൽ. ചേട്ടൻ അങ്ങനെ ഏതെങ്കിലും പ്രിയപ്പെട്ട? നമ്മുടെ നാടോടിക്കാറ്റൊക്കെ അത്തരത്തിലുള്ള സിനിമയാണല്ലോ, പക്ഷേ മോഹൻലാലിൻ്റെ അതിലും 2 നായികമാരാണ് മോഹൻലാലിൽ, അതിലെ ഒരു നായിക ശോഭനയാണ്. എന്താ പറയണ്ടേ, വിജയിക്കാതെ പോയ പ്രണയം ആണ്. പക്ഷേ ഈ മോഹൻലാൽ ശോഭന, അതിനു മുമ്പ് ഈ നാടോടിക്കാറ്റ് വരുന്നതിന് മുമ്പ് ചില സിനിമകളിൽ മോഹൻലാലും ശോഭനയും ഭാര്യാഭർത്താക്കന്മാരായിട്ട് അഭിനയിച്ചതുണ്ട്, കാമുകന്മാരായിട്ട് അഭിനയിച്ചതുണ്ട്. 1986 സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത, ശ്രീനിവാസൻ തിരക്കഥയൊരുക്കിയ TP ബാലഗോപാലൻ MA എന്ന് പറയുന്ന ചിത്രത്തിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അവരൊരുമിച്ച് അഭിനയിക്കുന്നത് ആദ്യത്തെ ചിത്രം അതാണ്. പിന്നീട് നിരവധി അല്ല, അത് മാത്രമല്ല, അതിനൊരു വലിയ പ്രസക്തിയുണ്ട്. മോഹൻലാലിനൊരു വലിയ ബ്രേക്ക് കൊടുക്കുന്ന ചിത്രമാണ്. അതായത് ഈ എനിക്ക് തോന്നുന്നു ആദ്യത്തെ സംസ്ഥാന അവാർഡ് ബെസ്റ്റ് ആക്ടറിനുള്ള ആ സിനിമയ്ക്കാണെന്ന് തോന്നുന്നു. ബെസ്റ്റ് ആക്ടറിനാണോ അതോ എന്തോ ഒരു അവാർഡ് അതിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ആ മോഹൻലാലിൻ്റെ ഒരു എന്താ പറയുക, അഭിനയ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് TP ബാലഗോപാലൻ MLA, TP ബാലഗോപാലൻ MA. അതിനുശേഷം ശോഭനയുമായിട്ട് പിന്നീടാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാടോടിക്കാറ്റ് ഇറങ്ങുന്നത്. നാടോടിക്കാറ്റും വലിയ വിജയമായിരുന്നു, വൻ വിജയമായിരുന്നു. അതിലെ വൈശാഖ സന്ധ്യ ആ പാട്ടുന്ന ആ ഒരു ഗാനം, ഇവർ രണ്ടുപേരുള്ള ഒരു ഗാനം എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ. അത് ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു 87 മറ്റോ ആണെന്ന് തോന്നുന്നു, 87, 88 ആ കാലത്തൊക്കെയാണ്. അന്ന് ഇറങ്ങിയ അന്നത്തെ ആ പാട്ട് ഇന്നും പലരും റീലുകളാക്കി, ആ പാട്ട് പശ്ചാത്തലമാക്കിക്കൊണ്ട് റീൽ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വലിയ തോതിൽ റീലുകൾ ഇടുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ആ പാട്ട് എന്തുമാത്രം ആൾക്കാരെ സ്വാധീനിച്ചിരിക്കുന്നു, ഈ പുതിയ തലമുറയെ പോലും അതെന്തുമാത്രം ആകർഷിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. നാടോടിക്കാറ്റ് മാത്രമല്ല, എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും പ്രിയപ്പെട്ട ചിത്രം എന്ന് പറയുന്നത് പവിത്രമാണ്. സൂപ്പർ ഹിറ്റ് ആണത്. രാജീവ് കുമാർ സംവിധാനം ചെയ്ത പവിത്രം വളരെ കുറച്ച് ഭാഗങ്ങളിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചിട്ട് ഉള്ളതെങ്കിലും ആ കഥ
വല്ലാത്തൊരു കഥയാണ്. നമ്മൾ വല്ലാതെ മനസ്സിന് ചേട്ടച്ചൻ, ആ കുഞ്ഞിന് വേണ്ടിയിട്ട് സ്വന്തം കാമുകിയെ പോലും സ്വന്തം അമ്മയിൽ നിന്ന് വയസ്സായിട്ട് ഗർഭം ധരിച്ച വലിയ പ്രായ വ്യത്യാസത്തിൽ അതിനുവേണ്ടി കാമുകിയെ പോലും ഉപേക്ഷിക്കുന്ന ഒരു ചേട്ടച്ചൻ, ആ ഒരു മനുഷ്യന്റെ വല്ലാത്ത ഒരു അവസ്ഥയാണ് മോഹൻലാലിലൂടെ അതിൽ ഭയങ്കരമായിട്ട് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചത്. അങ്ങനെ നിരവധി സിനിമകളിലൂടെ നമ്മൾ ശോഭനയും മോഹൻലാലിനെയും ഇഷ്ടപ്പെട്ടു. അതിന് പിന്നാലെ ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു സിനിമയാണ് തുടരും. അത് സംവിധാനം ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം, തരുൺ മൂർത്തിയാണ്. അതുകൊണ്ട് തന്നെ തരുൺ മൂർത്തി എന്ന് പറയുന്നത് ഓപ്പറേഷൻ ജാവ, അതുപോലെ തന്നെ സൗദി വെള്ളയ്ക്ക തുടങ്ങിയ 2 ചിത്രങ്ങൾ മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതിനോടകം തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച യുവ സംവിധായകരിൽ ഒരാളായിട്ട് അദ്ദേഹം മാറി തീർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ആളാണ് മോഹൻലാലുമായിട്ട് ഒരു സിനിമയിലേക്ക് സംവിധാനം ചെയ്യുന്നത് എന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ലാലേട്ടൻ്റെ ആരാധകർക്ക് പോലും ഇദ്ദേഹം നല്ല സിനിമകൾ അഭിനയിക്കുന്നില്ല, യുവ സംവിധായകരുടെ കൂടെ തിരക്കഥാകൃത്തുക്കളുടെ കൂടെ സഹകരിക്കുന്നില്ല, സിനിമ ചെയ്യുന്നില്ല തുടങ്ങിയ പരാതികൾ വ്യാപകമായിട്ട് ഉണ്ടായിരുന്നു. അപ്പം അതിനൊക്കെയുള്ളൊരു പരിഹാരം എന്ന നിലയിൽ ഇപ്പം മോഹൻലാൽ പല പുതിയ സംവിധായകർക്കും ഡേറ്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പം അതിൽ ഒരാളാണ് ഈ തരുൺ മൂർത്തി എന്ന് പറയുന്നത്. ആ സിനിമയാണ് ഈ തുടരും. ഈ റാന്നി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ സിനിമയുടെ പത്തനംതിട്ടയിലെ റാന്നിയിലൊക്കെയാണ് ഈ സിനിമയുടെ ചിത്രീകരണമൊക്കെ നടന്നത്. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട്, അതായത് എനിക്കൊന്ന് ടാക്സി ഡ്രൈവർ അങ്ങനെ എന്തോ ആയിട്ടാണ് ഇദ്ദേഹം ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ ഒരു കഥാപാത്രമാണ് ഈ സിനിമയിൽ ഇദ്ദേഹം ചെയ്യുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ നായിക കഥാപാത്രത്തെയാണ് ശോഭന അവതരിപ്പിക്കുന്നത്. നായിക കഥാപാത്രത്തെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിനെ പ്രേക്ഷകർക്ക് ഏറ്റവും രസകരമായിട്ട് സ്ക്രീനിൽ കാണാൻ ഇഷ്ടം ഒരു സാധാരണക്കാരനായിട്ട്, ഒരു നാട്ടുംപുറത്തുകാരനായിട്ട്, മുണ്ടൊക്കെ ഉടുത്ത് നടത്തുന്ന ഒരാളായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ പിന്നീട് എപ്പോഴോ ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കർ, അതെ മറ്റേ ഏതായിരുന്നു സിനിമ, സന്മനസ്സുള്ളവർക്ക് സമാധാനം, സത്യനന്ദിക്കാടിന്റെ. പക്ഷെ പിന്നീട് എപ്പോഴും ഈ സാധാരണക്കാരൻ എന്നൊരു അവസ്ഥ വിട്ടിട്ട് പിന്നീട് എപ്പോഴോ ഇദ്ദേഹം ഒരു താരപരിവേഷ ലെവലിലേക്ക് കടക്കുകയുണ്ട്. അതായത് ഈ നരസിംഹം പോലുള്ള, പിന്നീട് ആറാം തമ്പുരാൻ പിന്നെയും നല്ല സിനിമയാണ്, നരസിംഹം പോലുള്ള തുടങ്ങിയ സിനിമകളിലൂടെ പിന്നീട് അടിക്കടി പക്ക കമേഴ്സ്യൽ മുണ്ടുപിരി, മീശവിരി, അടി, ഇത് മാത്രം, ഈ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് മോഹൻലാലിനെ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, മാർക്കറ്റിന്റെ ഒരു അവസ്ഥയിലേക്ക് മോഹൻലാൽ മാറിത്തീരുകയുണ്ടായി. അതിന് പിന്നാലെ എന്ത് സംഭവിച്ചു? വലിയ രീതിയിൽ, വ്യാപകമായ രീതിയിൽ നല്ല കഥാപാത്രങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തുന്നത് കുറഞ്ഞു തുടങ്ങി. ആ കാലഘട്ടങ്ങളിലും പല ബ്ലസ്സിയെ പോലുള്ള ചില സംവിധായകർ ഇദ്ദേഹത്തിലെ അഭിനയ മികവിനെ ഉപയോഗിച്ചിട്ടുണ്ട്. തന്മാത്ര, അതുപോലെ തന്നെ പ്രണയം തുടങ്ങിയ, ഭ്രമരം തുടങ്ങിയ സിനിമകളിലൂടെ. എങ്കിലും കുറവായിരുന്നു, തോത് കുറവായിരുന്നു. സിനിമകൾ ഒരുപാട് ഇറങ്ങുന്നു, എല്ലാം പരാജയപ്പെടുന്നു, ചില സിനിമകൾ മാത്രം വിജയിക്കുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ടായി. അപ്പോഴാണ് സജീവമായിട്ട് ചർച്ചകൾ ഉണ്ടായത്. മോഹൻലാലിനെ പോലുള്ള ഒരു മികച്ച നടൻ, ഒരു അസാമാന്യ സാധ്യതയുള്ളൊരു നടൻ ഈ രീതിയിൽ ആയിപ്പോകുന്നതിൽ പ്രേക്ഷകർക്ക് വല്ലാത്ത ദുഃഖം രേഖപ്പെടുത്തിയിട്ടും അത്തരം രീതിയിൽ മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ടും അദ്ദേഹം എന്തുകൊണ്ട് നല്ല സിനിമകൾ ചെയ്യുന്നില്ല തുടങ്ങിയ ചർച്ചകൾ പിന്നീട് ഇങ്ങോട്ട് ഈ വർഷങ്ങളിലൊക്കെ ഈ ചർച്ചയാണ് സജീവമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം അതിനൊക്കെ പിന്നാലെ മോഹൻലാലിന് പുതിയൊരു മാറ്റം സംഭവിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തുടരും. ഇതിന് കുറച്ചു മുമ്പ് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ആ സിനിമയുടെ പേരെന്തായിരുന്നു, മലൈക്കോട്ടെ വാലിബൻ, തുടങ്ങിയ ചിത്രങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായി. അപ്പം വരും വർഷങ്ങളിൽ മോഹൻലാൽ വലിയ രീതിയിലൊരു വീരഗാഥ സൃഷ്ടിക്കും എന്നാണ്, അതെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേരത്തെ കേട്ട വിമർശനങ്ങളെ മുഴുവൻ അപ്രത്യക്ഷമാക്കിക്കൊണ്ട് നല്ല സിനിമകളെ, നല്ല അഭിനയം കാഴ്ചവെക്കുന്ന ഒരു മോഹൻലാലിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും തുടരും നല്ലൊരു ചിത്രമായി തീരട്ടെ എന്നാണ് എല്ലാവരും ആശംസിക്കുന്നത്. കാരണം തരുൺ മൂർത്തിയാണ്, മോഹൻലാലിനപ്പുറം തരുൺ മൂർത്തിയാണ് ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നതാണ് അതിൽ സിനിമയിലെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത് KR സുനിലാണ്. KR സുനിലും തരുൺ മൂർത്തിയും ചേർന്നാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. രജപുത്ര വിഷ്വൽ മീഡിയ, അവരാണ് M രഞ്ജിത്ത്, അവരാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ശോഭനയും മോഹൻലാലിനെയും ഒരിക്കൽ കൂടി സ്ക്രീനിൽ കാണുവാൻ വേണ്ടിയിട്ട്
പ്രേക്ഷകർ വളരെ വലിയ രീതിയിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തുടരും വലിയൊരു വിജയമാകും തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. തുടരട്ടെ, മോഹൻലാലിൻ്റെ അഭിനയ ജീവിതം തുടരട്ടെ, ഒപ്പം ശോഭനയുടെയും അഭിനയ ജീവിതം തുടരട്ടെ. അവർ എക്കാലവും മലയാളിയെ രസിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ.